ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ദിയ കൃഷ്ണൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വന്ന് ഇവളെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ള രീതിയിലായിരുന്നു സംസാരം തുടങ്ങി. നമ്മളത് കേട്ട് കഴിഞ്ഞാൽ നമുക്കും തോന്നുന്നതാണ്. അതിൽ മെയിനായിട്ട് ഇങ്ങനെ വരാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതാണൊക്കെ മദേഴ്സ് ഡേ സമയത്തുണ്ടെങ്കിൽ ഇതൊക്കെ അശ്വൻ്റെ അമ്മയായിട്ടുണ്ടെങ്കിൽ ഒരു ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുന്നൊക്കെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കിടയിൽ പറയുന്നുണ്ട്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ അശ്വൻ്റെ അമ്മയെന്ന് എന്നെ വിളിക്കുന്നത്, അതല്ലാതെ അമ്മ എന്ന് വിളിക്കാത്ത എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നൊരു അമ്മയുണ്ട്, ഞാൻ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ വേറെ ആൾക്കാരെ അമ്മയെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് അങ്ങനെ വിളിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ എന്നെ കൊണ്ട് അത് സാധിക്കത്തില്ല. ബാക്കിയുള്ള കാണുന്നവരെ അല്ല അമ്മയെന്നൊന്നും എന്നെ കൊണ്ട് വിളിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു ദിയ കൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അമ്മയെ സ്വന്തം അമ്മയല്ലാതെ വേറെ ആരെയും വിളിക്കാം അമ്മയെന്ന് വിളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള വർത്തമാനമാണ് അത്ര ശരിയാകത്തത്. കണ്ണി കണ്ടവരെല്ലാം അമ്മയെന്ന് വിളിക്കാൻ പറ്റുക എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു സംസാരം. അതുകൊണ്ട് ഈ ഒരു ഭർത്താവിൻ്റെ അമ്മ തന്നെയാണ്, അല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് കണ്ണി കണ്ടവരെ വിളിക്കുന്ന പോലെ ഈ അമ്മയെ വിളിക്കുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ സംസാരിക്കുകയാണ്. ഇത് കണ്ടതിന് ശേഷം കൊണ്ട് ഒരുപാട് പേര് ഇത് കണക്ക് ഇവളെന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, ഒരു സംസാരിക്കുമ്പോൾ ഒരു ബോധത്തിൽ സംസാരിക്കേണ്ടത് വായുണ്ടെന്ന് വെച്ചാൽ എന്തും സംസാരിക്കാമെന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്കെ അമ്മയെന്ന് വിളിക്കേണ്ട അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ കണ്ണി കണ്ടവരെ വിളിക്കുമെന്നുള്ള രീതിയിലൊക്കെ ഒരു ഉദാഹരണം പറയേണ്ട ഒരു കാര്യമില്ല.